ഉരുളക്കിഴങ്ങിൽ തട്ടി ബംഗ്ലാദേശ് ഉരുണ്ട് വീണിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. അഹങ്കാരത്തിനേറ്റ ഫലം എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ എന്താണ്, അവരുടെ ധാർഷ്ട്യം, ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കും എന്നുള്ള ധാർഷ്ട്യം. ഇന്ത്യയെ ബഹിഷ്കരിക്കും, ഇന്ത്യയെ ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂനസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് കളിക്കുകയാണ്. പക്ഷേ അട്ടപട്ടലം 3G ആയിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തൊക്കെയാണ് ബംഗ്ലാദേശിലെ പുതിയ സംഭവ വികാസങ്ങൾ? ബംഗ്ലാദേശ് ഇങ്ങനെ കളിക്കുകയാണ്. കളി ആരോടാണ് എന്നുള്ളത് ഇടയ്ക്ക് ഒരു മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പുറത്തിരിക്കുന്നത് കോൺഗ്രസ് അല്ല, BJP സർക്കാരാണ്. അതും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണെന്നും പല ആളുകളും പരിഹസിക്കുന്നത് പോലെ ചായ വിൽപ്പന നടത്തി വന്ന ഒരു ചായക്കടക്കാരനാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളതും മറക്കരുത് യൂനസ് എന്നുള്ളതാണ്. കാരണം ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയ ആൾ. അദ്ദേഹം കളിച്ച കളികളൊന്നും എന്തായാലും യൂനസും ബംഗ്ലാദേശിലെ മറ്റ് ജമാഅത്തെ ഇസ്ലാം തീവ്രവാദികളൊന്നും കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ബംഗ്ലാദേശിന് ചിത ഒരുക്കാൻ പോവുകയാണ് ഇന്ത്യ. അത് ബംഗ്ലാദേശ് പറഞ്ഞു, ഇനി നിങ്ങളുടെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇനി ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, ഇനി ഞങ്ങൾ നിങ്ങൾക്ക് പണി തരാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കിക്കോ എന്നാണ് ബംഗ്ലാദേശ് ഇന്ത്യയോട് പറഞ്ഞത്. അതായത് ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശ് ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കിനി ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒന്നും വേണ്ട, ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ, നീയൊക്കെ പോയി തരത്തി കളികടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മാസ് ഡയലോഗ് അടിച്ച് ബംഗ്ലാദേശ് ഞങ്ങൾ വേറെ എവിടെ നിന്നാണ് ഉള്ളി ഉരുളക്കിഴങ്ങ് വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗ് അടിച്ച് പോയി. എവിടെ നിന്നാണ് ഉള്ളി ഉരുളക്കിഴങ്ങ് വാങ്ങാൻ തീരുമാനിച്ചത്? ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിൽ നിന്ന്. ഇന്ത്യയുടെ ശത്രു രാജ്യം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ, തീവ്രവാദികളെ ഒഴുക്കി ഇന്ത്യയിലേക്ക് വിട്ടുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യം. അപ്പോൾ പാകിസ്ഥാനിൽ ചെന്നിട്ട് ബംഗ്ലാദേശ് പറഞ്ഞു, ഞങ്ങൾക്ക് ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇനി നിങ്ങൾ വേണം സപ്ലൈ ചെയ്യാൻ, ഇന്ത്യയുമായുള്ള എല്ലാ ബന്ധവും ഞങ്ങൾ അവസാനിപ്പിച്ചു, അവന്മാർക്കൊരു പണി കൊടുക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് ഉള്ളിയും ഉരുളക്കിഴങ്ങും ബംഗ്ലാദേശ് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പാകിസ്ഥാൻ ഉള്ളിയും ഉരുളക്കിഴങ്ങും സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പോൾ പിന്നെ കിട്ടിയ പണി എങ്ങനെയാണെന്ന് നോക്കണം. അതായത് ഈ അവിടെ ഇടത്തരം കർഷകർ പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. തങ്ങൾക്ക് കൃത്യമായി ഈ തങ്ങളുടെ പച്ചക്കറികളോ പിന്നെ മറ്റുൽപാദനങ്ങളോ വിൽക്കാൻ കഴിയുന്നില്ല, അതിന് വേണ്ട കൂലി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൃത്യമായ ഒരു പ്രശ്നം നടക്കുകയാണ്. അതായത് ഇന്ത്യ ഒരു ഉപരോധം പാകിസ്ഥാനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉപരോധം കാരണം അവിടുത്തെ ഇടനില കച്ചവടക്കാർക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് ഉണ്ടായി. അപ്പൊ ആ ഇന്ത്യയുടെ ഉപരോധം മാറ്റാൻ എങ്ങനെയും പാകിസ്ഥാൻ സംസാരിച്ച് ഇന്ത്യ പാകിസ്ഥാന് മേൽപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഇടത്തരം കർഷകർ പ്രക്ഷോഭം നടത്തുന്നത്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിലേക്ക് ഓടിക്കയറി ഇന്ത്യയെ തോൽപ്പിക്കാനായി ഉള്ളിയും ഉരുളക്കിഴങ്ങും വാങ്ങുന്നത്. നമുക്കറിയാം, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ബംഗാൾ വഴി ബംഗ്ലാദേശിലേക്ക് ഗതാഗത മാർഗത്തിൽ റോഡ് മാർഗം ഈ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വലിയ പണത്തിന്റെ ആവശ്യക്കുറവാണ്. ഗതാഗതം, അതായത് പിന്നെ ലോറി വഴിയോ അത്തരത്തിൽ റോഡ് മാർഗം സാധനങ്ങൾ എത്താൻ പണച്ചിലവ് കുറവാണ്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് റോഡ് മാർഗം ഇത്തരം പച്ചക്കറികൾ കൊണ്ടുവരാൻ ഏറെ സമയവും എടുക്കും, ഏറെ യാത്രാ ചെലവും കൂടുതലാണ്, സാമ്പത്തിക ചെലവ് കൂടുതലാണ്. അപ്പോൾ ഇത് വലിയ തിരിച്ചടിയാണ് ബംഗ്ലാദേശിന് ഏറ്റിരിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല, ഇനി പാകിസ്ഥാന് ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇന്ത്യ സപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് വീണ്ടും ബംഗ്ലാദേശിനാണ്. അല്ല, അവിടെ ഒരു സംശയം, ഈ പാകിസ്ഥാനിലോട്ട് ഇന്ത്യ ആണല്ലോ ഇത് കൊടുക്കുന്നത്. പാകിസ്ഥാൻ എത്ര അളവിൽ ബംഗ്ലാദേശിന് ഈ ഉള്ളി ഉരുളക്കിഴങ്ങ് കൊടുക്കുന്നോ അത്രയും അളവ് സാധനം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാന് കൊടുക്കണമല്ലോ. അപ്പൊ ഇവര് നേരിട്ട് വാങ്ങിയിട്ടില്ലെങ്കിലും, ഇവര് നമ്മളോട് വാങ്ങിയില്ലെങ്കിലും വേറൊരു വഴിക്ക് അത് ആ കച്ചവടം സുഗമമായി നടക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. പക്ഷെ നഷ്ട കച്ചവടമാണ് എന്ന് മാത്രം. അവർക്ക് നഷ്ടം. ഇന്ത്യയിൽ നിന്നാവുമ്പോ യാത്രാ ചെലവ് കുറവ്. പിന്നെ ബംഗ്ലാദേശ് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒരു സ്നേഹമുള്ള രാജ്യം കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീനയൊക്കെ ഉള്ള സമയത്ത്. അപ്പൊ അതിൻ്റെതായ ഒരു സാമ്പത്തിക ബന്ധം അല്ലെങ്കിൽ വ്യാപാര ബന്ധം അവർ തമ്മിൽ നല്ല രീതിയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഹിന്ദുക്കളെ അവിടെ ആക്രമിച്ച് ഹിന്ദു ആക്രമണ വേട്ട തന്നെ തുടങ്ങിയ സമയത്താണ് കൃത്യമായ രീതിയിൽ ഇന്ത്യ ഒരു ഇടപെടൽ നടത്തി. ഇനി എന്തായാലും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങൾ ഇത്രത്തോളം ആക്രമിക്കപ്പെടുന്ന സ്ഥിതിക്ക് ഇനി ബംഗ്ലാദേശിന്
വെറുതെ വിടാൻ കഴിയില്ല, കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ബംഗ്ലാദേശ് വിചാരിച്ചു എന്നാൽ ഇന്ത്യക്ക് ഇട്ടൊരു പണി കൊടുക്കുന്നത്. പക്ഷെ ബംഗ്ലാദേശിന് ചിത ഒരുക്കിയിരിക്കുകയാണ്. ഇനി എപ്പോൾ കത്തിച്ചാൽ മതി എന്ന് മാത്രം നോക്കിയാൽ മതി. ആ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് സാമ്പത്തികമായി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. പാകിസ്ഥാൻ ഏത് സമയത്തും ബംഗ്ലാദേശിനെ സഹായിക്കുന്ന പാകിസ്ഥാനും ഏത് സമയത്തും ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യ ഒരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ത്യയുടെ ഉപരോധത്തെ പാകിസ്ഥാൻ എത്രയും പെട്ടെന്ന് തീർത്ത് നൽകണം, ഇന്ത്യയോട് സംസാരിച്ച് ആ ഉപരോധം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിൽ തന്നെ വലിയ പ്രക്ഷോഭം അവിടുത്തെ ഇടത്തരം കർഷകർ നടത്തുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശും കൂടി ചെന്ന് കയറി പാകിസ്ഥാനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുമ്പോൾ അത് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. രണ്ടാമത്തത് ഈ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണല്ലോ അഭയം തേടിയിരിക്കുന്നത്. ഇവിടെ ഒരു നീക്കം നടക്കുന്നത്, ട്രംപ് ജനുവരി 20 ആ തീയതികളിൽ അധികാരത്തിൽ കയറാൻ പോവുകയാണ്. അധികാരത്തിലേറിയ ശേഷം ട്രംപിന്റെ ആദ്യ നടപടികളിൽ ഒന്ന് ബംഗ്ലാദേശിനെതിരായി കൊണ്ടായിരിക്കും എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്കോണുമായി ബന്ധപ്പെട്ട് ട്രംപിന് വളരെ വലിയ ബന്ധമാണുള്ളത്. ഇസ്കോൺ പ്രസ്ഥാനത്തിലെ ആത്മീയാചാര്യന്മാരെയും അവരുടെ പ്രവർത്തകരെയും ഒക്കെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദു വേട്ടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഇസ്കോണിന്റെ മഠങ്ങൾ തകർക്കുക, ഇസ്കോണിന്റെ പരമ ആചാര്യനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരെന്നോട് മറന്നുപോയി, അദ്ദേഹത്തെ ജയിലിലടക്കുക തുടങ്ങിയ പല ക്രൂരതകളുടെ വേലിയേറ്റമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ട്രംപിന് ഇവരുമായിട്ടുള്ള അടുപ്പം ഒക്കെ വെച്ചുകൊണ്ട് ട്രംപ് വളരെ കൃത്യമായി ഇത്, അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നടത്തിയ ഒരു അഭിസംബോധനയിൽ അദ്ദേഹം വളരെ കാര്യമായി ഈ ബംഗ്ലാദേശിന്റെ കാര്യം എടുത്തു പറഞ്ഞു. ഇന്ത്യ വളരെ കൃത്യമായി അവിടുത്തെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയോട് കൃത്യമായി പറഞ്ഞു, ഇനിയും ഹിന്ദു വേട്ട തുടരുകയാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ പ്രതിരോധ സെക്രട്ടറി നേരെ അവിടെ പോയി മുഹമ്മദ് യൂനുസുമായി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചതിൽ ഇന്ത്യയുടെ ആശങ്ക വളരെ കൃത്യമായി അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യ ഒറ്റയടിക്ക് ഒരു ആക്രമണത്തിന് മുതിരാത്തത് നമ്മളിപ്പോൾ നമ്മുടെ വികസനത്തിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പം അടുത്തൊരു 10-15 വർഷം കൊണ്ട് ഇന്ത്യയെ മികച്ച രാജ്യങ്ങളിലൊന്നാക്കി മാറ്റുക, എല്ലാവിധ സൗകര്യങ്ങളും കൂടെയുള്ള ഒരു രാജ്യമാക്കി മാറ്റുക എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിനിടയിൽ ഒരു യുദ്ധം പോലുള്ള ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിക്കുമെന്നുള്ള കാര്യം സത്യമാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇപ്പം മറ്റൊരു തരത്തിലുള്ള ആക്രമണത്തിന് മുതിരാത്തത്. പക്ഷേ അമേരിക്ക അവിടെ കയറി അടിക്കുകയും ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ള ഒരു സംഭവം നിലനിൽക്കുകയില്ല. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും ഹസീനയെ തിരിച്ച് അവിടെ പ്രധാനമന്ത്രിയായി പ്രതിഷ്ഠിക്കുമെന്ന് അജിത് ഡോവലിൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു പരോക്ഷമായ രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏത് തരത്തിലായിരുന്നു എന്നുള്ളതാണ് പിന്നെ ലോകത്തെ ദേശീയ മാധ്യമങ്ങൾ, അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു പക്ഷേ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെയോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിരോധ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെ അതുപോലെ തന്നെ ചാരസംഘടനകളുടെ മേധാവിയായി നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ഹിന്ദു അനുകൂലികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്ന നടപടികൾ എന്താണ് എന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത് തന്നെയാണ്. ഒരു ബംഗ്ലാദേശിനെ അങ്ങനെ വെറുതെ വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരാളെ, യൂനുസിനെ ഒരു ഈ പറയുന്ന നൊബേൽ സമ്മാനം കിട്ടി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒരു മുഖമാക്കി വെക്കുക, നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള ഒരു ആള് മുഖമാക്കി വെച്ച് അദ്ദേഹം സമാധാനത്തിൻ്റെ വക്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് അവിടെ അതിൻ്റെ മറവിൽ ഈ ന്യൂനപക്ഷങ്ങളെ, ഹിന്ദു ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ, വളരെ കുറഞ്ഞ ബുദ്ധ പാസി ന്യൂനപക്ഷങ്ങളെ, ഇവരെയൊക്കെ അവിടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അവിടെയുള്ള വളരെ കുറച്ച് ഹിന്ദു ന്യൂനപക്ഷങ്ങൾ ആ ക്ഷേത്രങ്ങളെല്ലാം തന്നെ തല്ലി തകർക്കുകയും ആദ്യം ഇവർ തുടങ്ങിയ സമയത്ത് തന്നെ കാളി വിഗ്രഹം തല്ലി തകർത്തുകൊണ്ടാണ് അവരുടെ വേട്ട അവരാരംഭിച്ചത്. പിന്നീട് കാണുന്ന ആളുകളെ മുഴുവൻ വളഞ്ഞിട്ട് തല്ലുകയും അതിക്രൂരമായി തല്ലിക്കൊല്ലുന്ന ഒരു സ്ഥിതിയിലോട്ട് പോയി. പിന്നീട് ഹിന്ദുക്കളോടുള്ള കളി തീരാത്തത് കൊണ്ട് ഹിന്ദുക്കൾ ഗോമാതാവായി കാണുന്ന പശുക്കളെ തെരഞ്ഞു പിടിച്ച് പശുവിൻ്റെ പുറത്തില്ലേ, പശുവിൻ്റെ പുറത്തും തലയിലും വലിയ കമ്പിക്കഷ്ണങ്ങൾ കൊണ്ട് അടിച്ച് ക്രൂരമായി കൊല്ലുന്ന അതിദയനീയമായ ചില കാര്യങ്ങൾ വീഡിയോയിലൂടെയൊക്കെ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ബംഗ്ലാദേശ് വലിയ രീതിയിൽ ക്രൂരതയുടെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബംഗ്ലാദേശ് അഹങ്കാരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയോട് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത്, അവിടെ പണി കിട്ടിയത്. ഈ പണി ഒരു തുടക്കം മാത്രമാണ്, തുടർച്ചയായി പണി കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്.